അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ എല്ലാവരെയൊക്കെ വിശേഷം? നോമ്പറക്കലൊക്കെ ആയിട്ട് എങ്ങനെ പോണു? ഞാൻ മാങ്ങ ഉണ്ട്, മൂത്ത മാങ്ങയാണ്, അതിനെ പഴുപ്പിക്കാൻ വേണ്ടി വെക്കാനുള്ള ഇതിലാണ് കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്, പയറുപ്പേരി. പക്ഷെ ഇത് മാങ്ങ ചിലതൊക്കെ മൂത്തുക്കണു, ചിലത് മൂത്തിട്ടില്ല. അപ്പോൾ അതിനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ടേ വെക്കുകയാണ് കേട്ടോ. കൊട്ടയിൽ ആദ്യം മാങ്ങ തുടച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വൈക്കോലിട്ടിട്ട് പിന്നെ വീണ്ടും മാങ്ങനെ തുടച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മാങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് സെറ്റാക്കി കെട്ടി വെച്ചു കേട്ടോ. പിന്നെ അതിൽ നിലത്ത് വീണതും പിന്നെ ഇതൊക്കെ ഉള്ള മാങ്ങയാണ് ഇതൊക്കെ കേട്ടോ. മൂത്തുക്കണ സംഭവം മുറിച്ച് നോക്കിയതാണ് മൂത്തുക്കണോ എന്നുള്ളത്. അപ്പം മീനൊക്കെ നന്നാക്കി മസാല പുരട്ടിയിട്ടുണ്ട്. പയർ ഉപ്പേരി വെച്ചിട്ടുണ്ട്. തൂമിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂപ്പിക്കണ്ട് കേട്ടോ. ഇന്ന് വേപ്പിൻ്റെ ഇല ഇല്ല കേട്ടോ. വേപ്പിൻ്റെ ഇല അപ്പോൾ പൊട്ടിക്കാൻ പോകാൻ വയ്യായിട്ട് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചില്ല. വേപ്പിൻ്റെ ഇല ഇല്ലാതെയാണ് ഇന്ന് തൂമിക്കുന്നത്. ഇക്കാണെങ്കിൽ വേപ്പിൻ്റെ ഇല തോന വേണം. ഒരു മുറ ഉണ്ടെങ്കിൽ ഒരു മുറ ഞാടും. ഭയങ്കര ഇഷ്ടമാണ് വേപ്പിൻ്റെ ഇല. അപ്പം അങ്ങനെ ഉള്ളി മൂത്ത് വന്ന് നോക്കുമ്പോൾ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല പറഞ്ഞിട്ട് വേപ്പിൻ്റെ ഇല തന്നെ വരുന്നത്. ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി മൂത്ത് നോക്കുമ്പോൾ അതിലുള്ള വെള്ളം ഇതൊക്കെ അങ്ങനെ കിടന്നിട്ട് വലിയട്ടെ. അപ്പം അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ച ഞാൻ മീനൊക്കെ ഇതാക്കി വെക്കുമ്പോൾ അതിൻ്റെ മണം പിടിച്ചിട്ട് വന്നിക്കാണ്. പക്ഷെ ഒരു വട്ടം ഞാൻ 1-2 വട്ടം ഞാൻ കൊടുത്തതാണ്. വീണ്ടും അതിസാമർത്ഥ്യം കൂടിയിട്ട് വീണ്ടും വന്നിക്കാണ് കേട്ടോ. എന്നെ കാണാതെ 2 എണ്ണം കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് നമുക്ക് ഇട്ടിട്ട് പൊരിക്കാം. അപ്പം അങ്ങനെ മീനൊക്കെ എല്ലാതും എണ്ണയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മസാല പരത്തിയിട്ടുള്ള പാത്രം മോറാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇടുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയും കൊണ്ടിരിക്കണം. പിന്നെ ഇഞ്ചി ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കഴുകിയിട്ട് ഞാൻ നല്ല കഴുകിയിട്ട് ഉപ്പ് എന്നാണ് പറയുന്നത്. എന്ത് ബോധമൊക്കെ ഇപ്പം എൻ്റെ ബോധം പോയി തോന്നുന്നു. നല്ല വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് അതിൻ്റെ മണ്ണ് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എടുക്കാമല്ലോ. ഇത് ബാക്കി ബാലൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ മീൻ ഒരു പുറം മറിച്ചിട്ട്, പക്ഷെ അതെന്താണെന്നറിയില്ല, കുറേയൊക്കെ അവിടെ ഇവിടെയും പൊട്ടിപ്പൊളിയൊക്കെ ചെയ്തു. പിന്നെ ഇന്നലത്തേൽ കുറച്ച് പായസം ഉണ്ട് കേട്ടോ. അത് ഞാൻ ചൂടാക്കുകയാണ് നോമ്പറക്കാരാകുമ്പോഴത്തേനും. ഇന്നലത്തെ നമ്മുടെ പരിപാടിയുടെ ബാക്കി കുറച്ച് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചൂടാക്കുകയാണ്. പിന്നെ പുട്ടുണ്ടാക്കണം, കടലക്കറി ഉണ്ടാക്കണം, പിന്നെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ ഗ്യാസിന്മേൽ. പിന്നെ ഇന്നലെ ലൈം അടിച്ചതിൽ ബാക്കി ബാലൻസ് ഉള്ളതാണിത്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ തണ്ണിമത്തൻ തണവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഞ്ഞിയാണ് കേട്ടോ. പള്ളിക്കഞ്ഞി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് മോട്ടർ ഇട്ട് നോക്കുമ്പോഴേ വെള്ളം പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടും കടലക്കറിയൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, അത് മിന്നുവിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മിന്നു അത് ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞ കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നോമ്പറന്നത് തിന്നില്ലടി പറഞ്ഞു, വേണ്ടക്ക് വേണം പറഞ്ഞു. അപ്പോൾ എത്ര കൊള്ളട്ടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത